ലൈസൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. അപ്പം മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് 45 ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറിക്കൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസിനാണ് വരുന്നത്. അതായത് ഒരു 3 ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ ഏതാണെന്ന് കറക്റ്റ് നോക്കി നമ്മൾ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു 5 എണ്ണം ഒരു 10 സെക്കൻഡ് ഒരു വീഡിയോ ആണ് വരുന്നത്. അതായത് 10 സെക്കൻഡ് വീഡിയോ കാണിക്കുന്നത് ഓൺ ദ റോഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ, അതായത് ഡ്രൈവിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിക്കും. എന്നിട്ട് അതിൽ വണ്ടി പോകുമ്പോൾ വണ്ടി വരുന്ന വണ്ടി അതൊക്കെയുള്ളൊരു ഇതാണ്. ഏതാണ് റോങ് ഏത് റൈറ്റ് അതിലുള്ളതാണ് നമ്മൾ കാണിക്കണത്. അപ്പം അത് നമ്മൾ മൈൻഡിൽ വെക്കുക. ആ വീഡിയോസിനകത്തു നിന്നായിരിക്കും 3 ക്വസ്റ്റ്യൻ വരുന്നത്. ആ വീഡിയോ ഏതാണോ അവർ സ്റ്റില്ല് ചെയ്തതിന് ശേഷം ആൻസറിൽ ഒരു 3 ആൻസറിൻ്റെ ഇത് കാണിക്കും. അതിൽ നമുക്ക് ഏതാണോ കറക്റ്റായിട്ടുള്ളത് അത് നമ്മൾ ടിക്ക് ചെയ്താൽ അത് ഓക്കെ, കറക്റ്റാണെങ്കിൽ അത് എളുപ്പമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് തിയറി ക്ലാസ്സാണ്. അത് നമുക്ക് 40 ക്വസ്റ്റ്യൻസാണ് ടോട്ടൽ. 40 ക്വസ്റ്റ്യൻസാണ് ടോട്ടൽ വരിക. അതിലൊരു 5 വീഡിയോസും കാണും. 40+5. ഇപ്പോൾ 45 ക്വസ്റ്റ്യനിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 30 മാർക്കാണ് വേണ്ടത്. അതിൽ 30ക്ക് മേളിൽ പോയാൽ കുഴപ്പമില്ല, കുറയാണ്ടിരുന്നാൽ മതി. എളുപ്പമാണ്, വേറെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ സെയിം ക്വസ്റ്റ്യൻസാണ് ഇതിലും വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ പേടിക്കാൻ ഇത് യാതൊരു കാര്യവുമില്ല. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കും. കാരണം ഉള്ള കോൺഫിഡൻറ്റ് കൂടെ അങ്ങനെ എല്ലാവർക്കും ഇല്ലാണ്ടാവുകയാണ് ചെയ്യണത്.